പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിന് ഇന്ന് തുടങ്ങി ഓഗസ്റ്റ് 13 വരെയാണ് പാർലമെന്റ് ചേരുക. FCRA ഭേദഗതി ബിൽ, വന്ദേമാതരത്തെ അപമാനിക്കുന്നവർക്ക് ജയിൽ ശിക്ഷ ഉറപ്പാക്കുന്ന ബിൽ എന്നിവയുൾപ്പെടെ 5-ലധികം സുപ്രധാന ബില്ലുകൾ സർക്കാർ ഈ സമ്മേളനത്തിൽ അവതരിപ്പിക്കും. പാർലമെന്റ് പ്രതിഷേധ മാർച്ചിൽ പങ്കെടുക്കാൻ വിദ്യാർത്ഥികളോട് അഭ്യർത്ഥിച്ച് CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ രംഗത്ത് വന്നു. അതേസമയം CJP ഇന്ന് നടത്തുന്ന മാർച്ചിന് അനുമതി നൽകിയിട്ടില്ലെന്ന് ഡൽഹി പോലീസ് പൊതുജനങ്ങൾക്ക് മുന്നറിയിപ്പും നൽകി. BNS സെക്ഷൻ 163 പ്രകാരമുള്ള നിരോധനാജ്ഞ ഡൽഹിയിൽ നിലവിലുണ്ടെന്ന് സേന അറിയിച്ചു. മനു ഭരത് വിവരങ്ങളുമായി ചേരും. മനു, ഡൽഹി സംഘർഷഭരിതമാണ്. വാൻചുക്കിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് തന്നെ ഇപ്പോൾ പുതിയ നിരാഹാരം ആരംഭിച്ചിട്ടുണ്ട്. പാർലമെന്റ് ചേരുന്ന സമയമാണ്. എന്തൊക്കെയാണ് ഡൽഹി വിശേഷങ്ങൾ? പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം ആരംഭിക്കുമ്പോൾ തന്നെ അത് വലിയ സംഘർഷഭരിതമായ ഒരു സമ്മേളനമായിരിക്കും എന്ന കാര്യത്തിൽ തർക്കമില്ല. പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം ഇന്ത്യ മുന്നണി അവരുടെ യോഗം ചേർന്നിരുന്നു. ഈ വർഷകാല സമ്മേളനത്തിൽ സ്വീകരിക്കേണ്ട നയങ്ങളും തന്ത്രങ്ങളുമൊക്കെ അവർ ഇന്നലെ ചർച്ച ചെയ്തിരുന്നു. അതോടൊപ്പം തന്നെ മല്ലികാർജ്ജുൻ ഖർഗെയും മറ്റ് മുതിർന്ന നേതാക്കളുമൊക്കെ കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം പാർലമെൻറ്റിൽ ഉയർത്തും എന്ന് വ്യക്തമാണ്. ഏതായാലും ഇന്ന് വർഷകാല സമ്മേളനം ആരംഭിക്കുന്നു. 6 സുപ്രധാന ബില്ലുകൾ പാർലമെൻറ്റിന് മുന്നിൽ വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ വന്ദേമാതരത്തെ അപമാനിക്കുന്നത് തടയാൻ വേണ്ടിയുള്ള ഒരു പ്രത്യേക ബില്ലാണ്. അതുപോലെ കേരളം വലിയ തോതിൽ ചർച്ച ചെയ്തിട്ടുള്ള FCRAയും ബില്ലും അമെൻമെൻറ്റ് ബില്ലും ഈ സമ്മേളനത്തിനിടയിൽ വരും. അപ്പോൾ പാർലമെൻറ്റിൽ ഈ സമ്മേളനത്തിൽ എന്ത് നടപടി സ്വീകരിക്കണം എന്നത് ചർച്ച ചെയ്യാൻ ഒരു സർവകക്ഷി യോഗം കഴിഞ്ഞ ദിവസം വിളിച്ചിരുന്നു. സർവകക്ഷി യോഗം രാജ്നാഥ് സിംഗിൻ്റെ നേതൃത്വത്തിലാണ് വിളിച്ചു ചേർത്തത്. പക്ഷേ അതിൽ തൃണമൂലിൽ നിന്ന് വിട്ടുപോയ അംഗങ്ങൾ, അവർ ചേർന്ന പാർട്ടി, അവരെ കൂടി ഉൾപ്പെടുത്തിയത് വലിയ വിവാദങ്ങൾക്ക് വഴിതെച്ചു. അതിൽ പ്രതിഷേധം രേഖപ്പെടുത്തി ആ സർവകക്ഷി സമ്മേളനത്തിൽ നിന്ന് ഇന്ത്യ മുന്നണി അംഗങ്ങൾ ഇറങ്ങിപ്പോകുന്നൊരു സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്തു. അപ്പോൾ സ്വാഭാവികമായും ആ പ്രതിഷേധത്തിൻ്റെ സ്വരം തന്നെയാണ് അവിടെ നിന്ന് കാണാൻ കഴിയുന്നത്. ഒപ്പം ഈ കോക്രോച്ച് ജനതാ പാർട്ടി നേതാക്കൾ നടത്തുന്ന പ്രതിഷേധം ഇന്ന് പാർലമെൻറ്റിലേക്ക് ഉണ്ട്. ഡൽഹിയിലും സമീപ പ്രദേശങ്ങളിലുമൊക്കെ, ന്യൂഡൽഹിയിലെ ഈ പാർലമെൻറ്റും സമീപ പ്രദേശങ്ങളിലുമൊക്കെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പോലീസ് ഈ മാർച്ചിന് യാതൊരു തരത്തിലുള്ള അംഗീകാരവും നൽകിയിട്ടില്ല, അതിനുള്ള അനുമതി നൽകിയിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു. ജനങ്ങൾക്ക് ഇത് സംബന്ധിച്ചുള്ള മുന്നറിയിപ്പും നൽകുന്നു. അതേസമയം അഭിജിത് ദീപ്കെ തൻ്റെ ട്വിറ്റർ പേജിലൂടെ എല്ലാവരും 9 മണിക്ക് ജന്തർ മന്ദറിൽ എത്തണം, ഇതൊരു പ്രതിഷേധമായി പാർലമെൻറ്റിലേക്ക് മാർച്ച് നടത്തും എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും മാർച്ച് സമാധാനപൂർവ്വമായിരിക്കും എന്ന് അഭിജിത് ദീപ്കെ എടുത്തു പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മാർച്ചിൽ പങ്കെടുക്കാൻ എത്തുന്നവർ പൂക്കളോ അതുപോലെ ഭരണഘടനയുടെ ഒരു പകർപ്പോ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പടമോ അംബേദ്കറുടെ ചിത്രങ്ങളോ ഒക്കെ ആയിട്ട് വരണം. സമാധാനപരമായ ഒരു പ്രതിഷേധം എന്ന തരത്തിലാണ് ഇത് ഉദ്ദേശിക്കുന്നത് എന്ന് അഭിജിത് ദീപ്കെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ 19 വരെയുള്ള ദിവസങ്ങൾ സംഘർഷവും അതുപോലെ രാഷ്ട്രീയ നാടകങ്ങൾക്കുമൊക്കെ വേദിയാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. മനു ഭാരത് വിവരങ്ങൾ പങ്കുവച്ചു. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.